ഹായ്, ഞാൻ സല്ലു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹസ്ബൻഡ് വീട്ടിലാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ എന്താന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തോ സല്ലാനി ഇത് നമുക്ക് പൊട്ടിച്ചോക്കിയാലോ? നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. എന്താന്ന് നോക്കാമേ. ഹായ് ഹായ് ഇതെന്താണ് മനസ്സിലാവുന്നുണ്ടോ? പാത്രമാണോ? അല്ല. പിന്നെന്താ? അല്ലല്ലോ. നമുക്ക് നോക്കാം ഇതെന്താന്ന്. ഇത് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇന്നെന്നെ സഹായിക്കാൻ വന്നിരിക്കുന്ന അപ്പു ഗൗരവുമാണ്. രണ്ടുപേരും ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. അയ്യോ, ഇതെങ്ങനെയാണല്ലോ. ഇത് ഇങ്ങോട്ടാണ്. ഇതൊരു പ്ലാന്റ് സ്റ്റാൻഡാണ് കേട്ടോ. ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്നതാണ്. ഇൻഡോർ ആണെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടികളുണ്ടല്ലോ. അപ്പം ആ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കോർണർ സൈഡിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇനിയും വെളിയിലാണെങ്കിലും ഈ ചില ഫ്ലാറ്റുകളിൽ വന്നിട്ട് ബാൽക്കണിയിലൊന്നും അധികം സ്ഥലം കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിലൊരു 5 പോട്ട്സ് വരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. എനിക്കിതിൻ്റെ ഷേപ്പും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിതെല്ലാം വെച്ചിട്ട് അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്തതിന് ശേഷം അവസാനം കാണിക്കാം കേട്ടോ. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ സ്റ്റാൻഡ് നമുക്ക് ഏത് കോർണറിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ നമുക്ക് ചിലപ്പം നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികളായിരിക്കും. പക്ഷെ അധികം വെള്ളം വേണ്ടാത്ത ചെടികൾ കാണും, അല്ലെങ്കിൽ അധികം സൂര്യപ്രകാശം അടിക്കേണ്ടാത്ത ചെടികൾ കാണും. അപ്പം അങ്ങനെയുള്ള ചെടികളെയൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതിന് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ മഴക്കാലമൊക്കെ അല്ലേ, അവിടെ കുറച്ച് പ്ലാന്റ്സ് വളരെ എന്താ പറയുക, ഒത്തിരി അങ്ങ് വളർന്നു നിൽക്കുകയാണ്. ഇനി ഇത് മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നിങ്ങൾക്ക് ആ പ്ലാൻ സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.